മോഹൻലാൽ വന്നതിന് ശേഷമുള്ള ഒരു ഔറ ഉണ്ടല്ലോ, അങ്ങേരുടെ ഒരു ഔറ, ഒരു പ്രഭാവലയം. ആ പടത്തിനെ അത് എൻ്റയർലി മാറ്റി മറിച്ച് കളഞ്ഞു. ഒരു 5 മിനിറ്റേ ഉള്ളൂങ്കിലും, പുള്ളി ഒരു 5-10 മിനിറ്റേ ഉള്ളൂങ്കിലും പുള്ളിയുടെ പ്രഭാവലയം. അപ്പോൾ ഗൈസ്, ഐ എം ടോക്കിംഗ് അബൌട്ട് വിസ്മയ മോഹൻലാൽസ് ന്യൂ മൂവി ആൻഡ് ദ ഫസ്റ്റ് മൂവി തുടക്കം. ഇപ്പം കണ്ട് നേരെ വന്നുള്ളൂ, അതിൻ്റെ ഹാങ് ഓവറിലിരിക്കുക. നമ്മളെ തിയേറ്ററിൽ പിടിച്ചിരുത്തുന്ന ഒരു പടമാണ് വിസ്മയ മോഹൻലാലിന്. ഇതിലും നല്ലൊരു ഗംഭീര തുടക്കം ഇനി കിട്ടാനില്ല. അത്രയ്ക്കും അടിപൊളിയായിട്ടാണ് വിസ്മയ മോഹൻലാൽ ഈ പടം ചെയ്തേക്കണത്. പുള്ളിക്കാരി മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ട് അതിൻ്റെ എക്സ്റ്റൻസീവ് യൂസ് ഈ പടത്തിലുണ്ട്. അതെങ്ങനെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതിന് ശരിക്കും ഈ പടം കണ്ടാൽ നമുക്ക് ശരിക്കും അത് പഠിക്കാനും നമുക്ക് അതിലേക്ക് ഇറങ്ങാനും തോന്നും. പിന്നെ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ ഉണ്ട്, ആശിഷ് ജോയ് ആൻ്റണി, നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ മകൻ. എൻ്റെ മോനെ, മലയാള സിനിമയ്ക്ക് കിട്ടിയ ഒരു കിഡിലൻ വില്ലൻ എന്ന് പറഞ്ഞാൽ അങ്ങേരുടെ ക്യാരക്ടർ ഇല്ലായിരുന്നെങ്കിൽ വിസ്മയ മോഹൻലാലിന് ഇതുപോലെ പിടിച്ചേക്കാൻ പറ്റില്ലായിരുന്നു. അമ്മാതിരി ഒരു ക്യാരക്ടർ. നെഗറ്റീവ് ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് ഷെയ്ഡിൻ്റെ അങ്ങേയറ്റാണ് നമ്മുടെ പുതിയ വില്ലനെ കിട്ടിയേക്കണം. മലയാളത്തിൽ വില്ലനായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, രണ്ടുപേർക്കും നല്ല കിഡിലൻ തുടക്കം കിട്ടിയാണ് പടത്തിൽ. ഒരു നായികയായിട്ടും അതുപോലെ തന്നെ ഒരു വില്ലനായിട്ടും മലയാളത്തിൽ ഗംഭീര തുടക്കമാണ്. ഗംഭീര തുടക്കം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ നമ്മുടെ ആശിഷ് വില്ലനായിട്ട് വരുന്നതും സായ് കുമാറിൻ്റെ അഭിനയവും അതുപോലെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഇത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെ വേണം. ബിഗ് സ്ക്രീനിൽ ആ ഒരു എന്താ പറയുക, ബിഗ് സ്ക്രീനിൽ ആ ഒരു എൻ്റർടൈൻമെൻറ്റ്. ഷേജിക്ക് ഈ പടം നമുക്ക് തിയേറ്ററിൽ ഷേജിക്ക് നമുക്ക് ഇഷ്ടമാവും. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പടം തകർത്തു. നിങ്ങൾ തിയേറ്ററിൽ പോയി ഈ പടം കാണാൻ നോക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ 10/10 തന്നെയാണ് ബുക്ക് മൈ ഷോയിൽ റേറ്റ് ചെയ്തേക്കുന്നത്. അത്രയും കിടിലൻ പടമാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ ഇട്ടോ. ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം നിങ്ങൾ പോകണ്ട. നിങ്ങൾക്ക് ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണെങ്കിൽ പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.